ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് രേവതിയുടെയും സച്ചിയുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് കേട്ടാലോ. അപ്പൊ കുറച്ച് വിഷമകരമാകുന്ന കാര്യങ്ങളൊക്കെ ഇനി സംഭവിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസത്തിന്റെ ബാക്കിയാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഇട്ടതിന്റെ ബാക്കിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നലെ ഉച്ചയ്ക്കും മിനിഞ്ഞാന്നും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഥകൾ എന്നും ഉച്ചയ്ക്ക് ഇടുന്നുണ്ട്. അപ്പൊ അതിന്റെ ബാലൻസ് ഒക്കെ ആയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ വർഷയുടെയും ശ്രീകാന്തിന്റെയും കല്യാണം അത് കഴിയാൻ പോവുകയാണ്. അപ്പൊ കല്യാണം കഴിയുന്നത് എല്ലാവരും അറിഞ്ഞിട്ടൊന്നുമല്ല. ഇവര് രഹസ്യമായിട്ട് പോയി ഒരു അമ്പലത്തിൽ പോയി രജിസ്റ്റർ മാരേജ് ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇന്നലെ കേട്ടവർക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പൊ ഞാൻ അതിന്റെ ഒരു തുടർച്ചയായിട്ട് ഇനി നമുക്ക് പറഞ്ഞങ്ങ് പോകാമേ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. അപ്പൊ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കാണാൻ വേണ്ടി ശ്രദ്ധിക്കാം. അങ്ങനെ നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി ആ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഒരു അമ്പലത്തിൽ പോയി വിവാഹം കഴിക്കാമെന്ന്. അപ്പൊ ഇവർക്ക് കൂട്ടു നിൽക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ രേവതിയുടെ അനിയത്തിയായ ദേവു ആണ് കേട്ടോ. അപ്പം ദേവുവിന്റെ അമ്മ അമ്പലത്തിൽ എന്നും പൂ വിൽക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അമ്മേനെ നൈസായിട്ട് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ട് ആ ഒരു ദിവസം കല്യാണം നടത്താൻ വേണ്ടി പൂവൊക്കെ നമ്മുടെ ദേവു തന്നെ കെട്ടിയൊക്കെ കൊടുത്തു. പക്ഷെ നമ്മുടെ രേവതിനെ ഇവര് വിളിക്കുന്നുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, ശ്രീകാന്ത് വിളിക്കുന്നത് വീട്ടിൽ ഒരാൾ വേണമല്ലോ, എല്ലാം അറിയുന്ന ഒരാൾ വേണം. അപ്പൊ രേവതിനെ ഒരുപാട് ഇഷ്ടമാണ് ശ്രീകാന്തിനെയും രേവതിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ രേവതിക്ക് ഇവര് കല്യാണം കഴിക്കാൻ പോകുന്ന കാര്യമൊന്നും അറിയില്ല. രേവതി അമ്പലത്തിലേക്ക് ചെല്ലുന്നത് ശ്രീകാന്ത് വിളിച്ചിട്ട് തന്നെയാണ്. അത് വേറെ ഒന്നുമല്ല, അമ്പലത്തിൽ എൻ്റെ കൂടെ ഒന്ന് വരണം, എനിക്ക് വർഷേനെ കണ്ടൊന്ന് സംസാരിക്കാൻ മാത്രമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ രേവതി അമ്പലത്തിന് വെളിയിലൊക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അകത്ത് വെച്ച് ഇവരുടെ കല്യാണം കഴിയുക. ആ സമയത്ത് നമ്മുടെ രേവതി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെ കാണുന്നില്ല. അകത്ത് കയറി ചെന്നപ്പോഴാണ് സംഭവങ്ങളെല്ലാം കഴിഞ്ഞെന്ന് മനസ്സിലാക്കുന്നത്. രേവതി സത്യം പറഞ്ഞ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. രേവതി ചോദിച്ചു, നീ എന്താണ് ഈ കാണിച്ചത്, നീ എന്ത് പരിപാടി ഈ കാണിച്ചത്, നിന്റെ ചേട്ടനും നിന്റെ അച്ഛനൊക്കെ തകർന്നു പോവില്ലേ ഈ ഒരു കാര്യം അറിഞ്ഞാലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഏടത്തി അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല, ഞാൻ എൻ്റെ അമ്മേനെ അച്ഛനെ ഒക്കെ കഴിഞ്ഞ് പിന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഏടത്തിനെ തന്നെയാണ്, എനിക്ക് ഏടത്തിയോട് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പം നിനക്ക് സ്നേഹവും ബഹുമാനവും ഉള്ളത് കൊണ്ടാണോ എന്നെ വിളിച്ചു വരുത്തി ഇവിടെ ഇങ്ങനെ ഞാനിപ്പോ പറ്റിക്കപ്പെട്ട് നിൽക്കുന്നത്? നിന്റെ അമ്മയ്ക്കൊരു വിചാരമുണ്ട്, ഞാൻ മന്ദബുദ്ധിയാണ്, പൊട്ടിയാണ്. നിന്റെ അമ്മ എപ്പോഴും പറയുകയും ചെയ്യും ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നൊക്കെ. അത് നീ കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? അപ്പൊ അതുകൊണ്ടാണല്ലേ നീ കള്ളത്തരം പറഞ്ഞ് നീ ഇവിടെ വിളിച്ചു വരുത്തിയതെന്ന് പറഞ്ഞപ്പോ അയ്യോ ഏടത്തി, ഒരിക്കലും അതും കൊണ്ടൊന്നും അല്ല. ഏടത്തി എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഏടത്തി അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കാലേ വീഴാൻ തുടങ്ങുമ്പോഴത്തേക്ക് രേവതി പുറകിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ, അനുഗ്രഹിക്കാൻ ഇപ്പൊ തൽക്കാലം എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ആദ്യം നീ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെ അനുഗ്രഹം മേടിക്കണം. അത് കഴിഞ്ഞ് നിന്റെ ഏട്ടനുണ്ട്, നിന്നെ വിശ്വസിക്കുന്ന നിന്റെ ഏട്ടനുണ്ട്, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ മനുഷ്യനോടൊക്കെ നീ ഒരു വലിയൊരു വിശ്വാസ വഞ്ചനയാ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശാന്തിക്കാരൻ വന്നിട്ട്, എന്താ മോളെ പ്രശ്നം, രേവതി അല്ല നിനക്കറിയോ ഇവരെ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്കറിയാം, ഇതെന്റെ പരിചയക്കാരൊന്നുമല്ല, പക്ഷെ ഇതെന്റെ ഭർത്താവിന്റെ അനിയനാന്ന് പറഞ്ഞപ്പോ ആണോ, അല്ല ദേവു എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല ദേവുവാണ് ഇവിടെ ഇവരെ വിവാഹത്തിന് വേണ്ടി കൊണ്ടുവന്നതൊക്കെ. അപ്പൊ ഞാൻ ഓർത്ത് എല്ലാം അറിയായിരിക്കും, രേവതിക്കും അറിയായിരിക്കും എന്നാണ് ഓർത്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേവുവിനെ നോക്കി കടിച്ച് പിടിച്ച് ദേവുവിനെ ദഹിപ്പിക്കുകയാണ്. അപ്പൊ ശാന്തി പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, മോള് നടത്തി കൊടുക്കുന്ന എല്ലാ വിവാഹവും നടന്നിട്ടേ ഉള്ളൂ. ഈ വിവാഹം ഏതായാലും കഴിഞ്ഞല്ലോ, ഈ വിവാഹം ഇനി കഴിഞ്ഞു പോയി, ഇനിയിപ്പൊ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മോള് സാക്ഷിയായിട്ട് ഇതിൽ ഒപ്പുവെച്ച് ഇവർക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കട്ടെ. നീ ആർക്ക് മാല എടുത്തു കൊടുത്തോ അവരൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ, നല്ലതുപോലെ ജീവിച്ചിട്ടല്ലേ ഉള്ളൂ. നിന്റെ ഒരു പൂമാലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കല്യാണത്തിന് നിന്നവരൊക്കെ ഇവിടെ ഇല്ലേ? അപ്പൊ മോളൊരു കാര്യം ചെയ്യേ, ഇനിയിപ്പം വേറെ ഒന്നും നോക്കണ്ട, അനിയനെയും അനിയത്തിനെയും അനുഗ്രഹിച്ച് സാക്ഷിയായിട്ട് ഒപ്പിടാൻ പറഞ്ഞു. രേവതിക്ക് നിവർത്തിയില്ലാത്തത് കൊണ്ട് തന്നെ രേവതി അതിൽ ഒപ്പിട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മുടെ രേവതി പ്രതീക്ഷിച്ച് കാണുമായിരിക്കും. ഇതൊരു വലിയ ഭൂകമ്പം ആവുന്ന രേവതിക്ക് അറിയാം, എങ്കിൽ പോലും ഇത്രയ്ക്കും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഏതായാലും വർഷയുടെ അച്ഛനും അമ്മയും വർഷേനെ കാണാതെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പം നമ്മുടെ വർഷേനെ വിവാഹം കഴിക്കാനിരുന്ന ചെറുക്കനുണ്ടല്ലോ, ആ ചെറുക്കനാണല്ലോ വണ്ടിയിൽ കൊണ്ടാക്കിയത് അമ്പലത്തിൽ. ഇപ്പൊ ഒരു കല്യാണം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നുണ പറഞ്ഞാണ് വർഷ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും. ആ ചെറുക്കൻ തന്നെയാണ്, ആ ചെറുക്കന്റെ കൂടെയാണ് വർഷയുടെ അച്ഛനും അമ്മയും പറഞ്ഞു വിട്ടതും, ഒറ്റയ്ക്ക് വിടാൻ മടിയായിട്ട്. ആ ചെറുക്കനെയും പറ്റിച്ചിട്ടാണല്ലോ നമ്മുടെ വർഷ പോയത്. അങ്ങനെ ഈ ചെറുക്കൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, അതെ വർഷ ഇങ്ങോട്ടേക്ക് വന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വർഷ നിന്റെ കൂടെയല്ലേ വന്നത്, അപ്പം വർഷ ഇങ്ങോട്ടേക്കൊന്നും വന്നില്ല എന്ന് പറഞ്ഞപ്പം, അതെ ഇതത്രയ്ക്ക് നല്ല രീതിയൊന്നുമല്ല, എനിക്കിത് തീരെ പിടിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം
എന്താ മോനെ അങ്ങനെ പറഞ്ഞത്? അതെ, വർഷേനെ കാണുന്നില്ല. അപ്പൊ ഞാനോർത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കുന്നത്. പകുതി വഴി എന്നെ അത് മേടിക്കാനാന്ന് പറഞ്ഞു വിട്ടിട്ട് അവൾ ഇത് എങ്ങോട്ട് പോയതാന്ന് ചോദിച്ചപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനും അമ്മയ്ക്കും കാര്യം പിടികിട്ടി. അവൾ മുങ്ങിയതാണെന്ന് തന്നെ വർഷയുടെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി. പക്ഷെ അത് വിവാഹം കഴിക്കാൻ പോകുന്ന വരനോട് പറയാൻ പറ്റുമോ? ഭാവി വരനോട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യുക, അവൾ ചിലപ്പോൾ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ പോയതായിരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് ഈ ഡബ്ബിങ്ങും സ്റ്റുഡിയോയും എനിക്ക് ആ ഫീൽഡേ ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ അന്ന് തന്നെ പറഞ്ഞതല്ലേ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പോകണ്ടെന്ന്. എന്നെ മന്ദബുദ്ധിയാക്കാന്ന് നിങ്ങൾ എല്ലാവരും ഓർക്കൊന്നും വേണ്ട. ഞാൻ ഈ ചിരിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ. എനിക്ക് വേറൊരു മുഖമുണ്ട്, അത് നിങ്ങളാരും മറക്കണ്ട. പിന്നെ എൻ്റെ അച്ഛൻ അറിഞ്ഞാൽ എന്നാ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ എന്നൊക്കെ പറഞ്ഞ് വർഷയുടെ അച്ഛനെ അമ്മേനെ അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ ചെറുക്കൻ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ വർഷയുടെ അച്ഛനും മനസ്സിലായി ഇതിപ്പം ഉള്ളത് രവീന്ദ്രന്റെ വീട്ടിൽ തന്നെ ആയിരിക്കും, നമ്മുടെ ശ്രീകാന്തിന്റെ കൂടെ തന്നെയാണ് വർഷ പോയതെന്ന് മനസ്സിലായി. ഈ സമയം ആയിക്കോട്ടെ നമ്മുടെ രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രയും ശ്രുതിയും ഒക്കെ അവിടെ ഉണ്ട്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ചന്ദ്രയല്ല രവീന്ദ്രനാണെങ്കിൽ ശ്രുതിയോട് നീ എന്താണ് ജോലിക്കൊന്നും പോകാത്തത്, ഇതുവരെ പോകാൻ സമയമായില്ലേടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം പറഞ്ഞു അത് പിന്നെ അച്ഛാ ജോലിക്ക് പോകാറായി വരുന്നതേ ഉള്ളൂ, അങ്ങനെ കൃത്യ സമയമൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പം എന്ത് ജോലിയാടാ, കൃത്യനിഷ്ഠയില്ലാത്ത എന്ത് ജോലിയാടാ നീ ചെയ്യുന്നത്? അത് കൊള്ളാലോ, ഏതായാലും ഏതൊരു ജോലിക്കും അതിൻ്റെതായ കൃഷ്ണനിഷ്ഠയുണ്ടല്ലോ, നീ ഇത് ഇഷ്ടമുള്ളപ്പോൾ പോവുക തോന്നുക വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാടാ ശരിയാവുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, എന്തിനാ നിങ്ങൾ ഏത് നേരം അവനെ ഇട്ട് ഈ പേടിപ്പിക്കുന്നത്? അവൻ ജോലിക്ക് പോകേണ്ട സമയത്ത് പോക്കോളും, നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് വർഷയുടെ അച്ഛനും അമ്മയും കൂടെ വീട്ടിലേക്ക് കയറി വരുന്നത്. വർഷയുടെ അച്ഛനും അമ്മയും കൂടെ കയറി കാലി തുള്ളിയാ വരുന്നത്. അങ്ങനെ വർഷയുടെ അച്ഛൻ പറഞ്ഞു, നിങ്ങള് മനഃപൂർവ്വം എൻ്റെ മകളെ പൂട്ടിയിട്ടേക്കാണല്ലേ, നിങ്ങൾ എൻ്റെ മകളെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നല്ലേ, ഇത് നിങ്ങൾ മുൻവൈരാഗ്യം കൊണ്ട് ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. രവീന്ദ്രനൊന്നും മനസ്സിലാവുന്നില്ല. രവീന്ദ്രൻ ചോദിച്ചു, എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ മകളെ ഇവിടെ പൂട്ടിയിടാൻ ഞങ്ങൾക്ക് എന്താ ഭ്രാന്ത് വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇവിടെ ഉരുണ്ട് കളിക്കൊന്നും വേണ്ട, നിങ്ങളുടെ മകനാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഇങ്ങ് വന്നിട്ട് പറഞ്ഞു, ഏത് മകനെ കുറിച്ചാണ് പറയുന്നത്? അല്ല ഇനി സച്ചിനെ കുറിച്ചാണോ എന്ന് പറഞ്ഞപ്പം ഏത് മകനാണെന്നൊന്നും എനിക്കറിയില്ല, നിങ്ങളുടെ ഇളയ മകൻ ആരാണോ അവൻ, എന്താ ശ്രീകാന്ത് എന്നും മറ്റുമല്ലേ പേരെന്ന് ചോദിച്ചപ്പോ എന്റെ ശ്രീകാന്ത് അവൻ എന്താ ചെയ്തത്? അവൻ വേറെ ഒന്നും അല്ല ചെയ്തത്, എന്റെ മോളെ പിടിച്ചോണ്ട് പോയിട്ടുണ്ട് അവൻ എങ്ങോട്ട്, എന്റെ മോളെ ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റൂ, ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പോലീസും മുറ്റത്ത് വന്നു. പോലീസ് ഇങ്ങ് വന്ന് കയറിയിട്ട് രവീന്ദ്രനോട് പറഞ്ഞു, അതെ നിങ്ങളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനാണ് ഞങ്ങൾ വന്നത്. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, എന്തിനാ എന്നെ അറസ്റ്റ് ചെയ്യുന്നത്? അത് വേറെ ഒന്നുമല്ല, നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇവരുടെ മകൾ എവിടെ? അത് നിങ്ങൾ ആദ്യം പറയാൻ പറഞ്ഞപ്പോൾ അയ്യോ എനിക്കറിയില്ല, എനിക്ക് ഇവരുടെ മകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എൻ്റെ മകനും അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല, എൻ്റെ മകൻ ഫ്രണ്ട്സ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ വേറൊന്നും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉരുണ്ട് കളിക്കുമെന്ന് വേണ്ട, പിന്നെ നിങ്ങൾ തെറ്റുകാരനാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ പരാതി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങളുടെ അവിടെ ഒന്നൊരു സ്റ്റേറ്റ്മെന്റ് എങ്കിലും എഴുതി തന്ന് നിങ്ങളെ പറഞ്ഞു വിടാന്ന് പറഞ്ഞു. അങ്ങനെ ഏതായാലും നമ്മുടെ രവീന്ദ്രൻ പോകാൻ തുടങ്ങി. ചന്ദ്രയാണെങ്കിൽ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി. എൻ്റെ ഈശ്വര, എന്തിനാ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഇങ്ങനെ വരും ഒരു പാവ, ഇങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാ, ഒരു സർക്കാർ എംപ്ലോയി, ഇങ്ങനെ വിരമിച്ചിട്ട് കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ, ഒരിക്കലും ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അതൊക്കെ ഏതായാലും പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാൽ മതി, ജസ്റ്റ് നിങ്ങളൊന്ന് വന്ന് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി കൊടുത്തിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ രവീന്ദ്രനെ കൊണ്ട് പോകുന്നത്. അപ്പൊ പോലീസ് വണ്ടി കയറ്റിക്കൊണ്ടാട്ടോ രവീന്ദ്രനെ കൊണ്ടുപോകുന്നത്. അപ്പൊ മാക്സിമം നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് വേണ്ട കൊണ്ടുപോകണ്ടെന്ന്. അപ്പൊ ശ്രുതിയും അവിടെ ഇടപെടുന്നുണ്ട്. ശ്രുതിക്ക് കുറച്ച് വിദ്യാഭ്യാസം വിവരമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏത് നിയമപ്രകാരത്തിലാണ് നിങ്ങൾ ഇവരെ കൊണ്ടുപോകുന്നത്? അല്ല ഒരു കേസ് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള വകുപ്പൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് അറസ്റ്റ് ചെയ്യാനല്ല, സ്റ്റേറ്റ്മെന്റ് മാത്രം കൊടുത്താൽ മതി എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രവീന്ദ്രനെ പോലീസ് വണ്ടി തന്നെ കൊണ്ടുപോവാ. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് രേവതി വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴത്തേക്കും പോലീസ് വണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പൊ രേവതി വന്ന് ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ശ്രുതി പറഞ്ഞത് അച്ഛനെ പോലീസ് കൊണ്ടുപോയി, ആ വർഷ എന്ന് പറയുന്ന പെണ്ണിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ രേവതി വീണ്ടും ഒന്ന് ഞെട്ടി കേട്ടു. അപ്പൊ ഇതിന്റെ മുൻപായിട്ട് തന്നെ നമ്മുടെ ചന്ദ്ര നേരെ പോയായിരുന്നു. ചന്ദ്രയും ശ്രുതിയൊക്കെ പോവുകയാണ്, നേരത്തെ തന്നെ പോവുക. പുറകെ നമ്മുടെ രേവതിയും പോയി പോലീസ് സ്റ്റേഷനിലേക്ക്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസിന്റെ ഒക്കെ വിധം അങ്ങോട്ട് മാറുകയാണ് കേട്ടോ. കാരണം പോലീസ് പറഞ്ഞു ഇത് ചെറിയൊരു കേസൊന്നുമല്ല, മിസ്സിംഗ് കേസാണ്, നിങ്ങൾ തന്നെയാണ് തട്ടിക്കൊണ്ട് പോയേക്കുന്നത്. ഇത് മിസ്സിംഗ് കേസായിട്ട് മാത്രമല്ല, ഇതിപ്പം
ഒരാളിനെ കാണുന്നില്ലത് അത് മിസ്സിങ് തന്നെയാണ്. പക്ഷെ അതിലും വലിയൊരു വകുപ്പ് ചുമത്തിയാണ് അവർ കേസ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഇപ്പം വിടാൻ പറ്റില്ല, നിങ്ങൾ ജയിലിൽ വേണമെങ്കിൽ, അതായത് ലോക്കപ്പിൽ വരെ ഇടാനുള്ള ആ ഒരു ഇതുണ്ട്, വകുപ്പുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ രവീന്ദ്രനെ പേടിപ്പിക്കുന്നു. ഏതായാലും രവീന്ദ്രൻ ഇത് കേട്ടതും വല്ലാതെ പേടിച്ചു പോവുകയാണ് കേട്ടോ. കാരണം രവീന്ദ്രൻ ഈ പോലീസ് സ്റ്റേഷനിൽ വരിക, പോലീസ് ലോക്കപ്പിൽ കിടക്കാൻ എന്നുള്ളതൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ രവീന്ദ്രനെ നേരിടുന്നത്. അങ്ങനെ ചന്ദ്ര വന്ന് പിന്നെ അടിയായി, പിടിയായി, ചങ്കത്തടിയായി, എൻ്റെ ഭർത്താവിനെ എങ്ങനെയും വിടണേ, എൻ്റെ ഭർത്താവ് ഒന്നും ചെയ്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നമായി. ഏതായാലും രണ്ടും കൽപ്പിച്ച് നമ്മുടെ രേവതി സച്ചിനെ വിളിക്കുകയാണ്. അപ്പൊ സച്ചിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. രേവതിയെ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണം, പോലീസ് സ്റ്റേഷനിൽ അച്ഛനുള്ളതെന്ന്. അച്ഛൻ പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിക്ക് സമാധാനം കിട്ടുമോ? സച്ചി അവിടെ നിന്ന് വിട്ടടിച്ചിങ്ങ് പോരുക. സച്ചി വിട്ടടിച്ചു പോകുന്നു. സച്ചി പോലീസ് സ്റ്റേഷനിൽ വന്ന ഉടനെ തന്നെ സച്ചി ചോദിച്ചു, എന്താ സാർ എൻ്റെ അച്ഛൻ ചെയ്ത കുറ്റം, എന്തിനാ എൻ്റെ അച്ഛനെ ഇവിടെ പിടിച്ചിട്ടേക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് നമ്മുടെ രവീന്ദ്രനെ ലോക്കപ്പിലാക്കി ഇവര്. കാരണം പോലീസുകാർ ഇച്ചിരി എന്താ പറയുക, വർഷയുടെ അച്ഛനും അമ്മയ്ക്കും ഇച്ചിരി പിടിയുള്ളത് കൊണ്ട് തന്നെ അവരുടെ വശത്താണ് പോലീസുകാർ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലോക്കപ്പിലാക്കി. ഇത് കണ്ടുകൊണ്ട് വരുന്ന സച്ചി ചങ്ക് പൊട്ടി, സച്ചി കരയാൻ തുടങ്ങും. അച്ഛൻ എന്തിയെ, എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ അച്ഛൻ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ കിടന്ന് ഭയങ്കരമായിട്ടും കരയാനൊക്കെ തുടങ്ങി കേട്ടോ. ഏതായാലും ശ്രുതി നല്ല സപ്പോർട്ടായിട്ട് തന്നെ കൂടെ നിപ്പുണ്ട്. ഒരിക്കലും എൻ്റെ അമ്മായി അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഒരിക്കലും അമ്മായി അച്ഛൻ ഇത് ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് ഏതായാലും രണ്ട് ഭാഗവും കേൾക്കണമല്ലോ. ഇപ്പം പ്രതിയാണെങ്കിലും വാദിയാണെങ്കിലും രണ്ട് ഭാഗം കേട്ടിട്ടല്ലേ തീരുമാനങ്ങൾ എടുക്കത്തുള്ളൂ. അങ്ങനെ പോലീസുകാർ നേരെ ഈ വർഷം ഏറ്റവും ലാസ്റ്റ് എവിടെയാ പോയത് എന്നൊക്കെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ പ്രകാരം കണ്ടുപിടിച്ചു. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ചെന്നിരിക്കുന്നത് ഒരു അമ്പലത്തിലാണ്. അപ്പൊ നമ്മുടെ രേവതിയുടെ അമ്മയൊക്കെ പൂക്കച്ചവടം ചെയ്യുന്ന അമ്പലത്തിലാണ് ചെന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇത് പ്രകാരം നേരെ പോലീസുകാർ അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള ഡീറ്റെയിൽസ് മുഴുവനും കിട്ടി. അങ്ങനെ പോലീസ് ഒരു CI എങ്ങാണ്ട് അന്വേഷിക്കാൻ പോയി, SI എങ്ങാണ്ട് അന്വേഷിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇത് ഇപ്പം ആരും തെറ്റുകാരൊന്നും അല്ല, അവർ രണ്ടും വിവാഹിതരായി, അത് വിവാഹിതരായിട്ടാണ് അവര് അവിടെ നിന്ന് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്കും രവീന്ദ്രനൊക്കെ അങ്ങ് ഞെട്ടുകയാണ് കേട്ടോ. ചന്ദ്രൻ രവീന്ദ്രനും ഒക്കെ അങ്ങ് ഞെട്ടി. വർഷയുടെ അച്ഛനും വർഷയുടെ അമ്മയൊക്കെ ഉണ്ട്, ഇവരൊക്കെ വല്ലാതെ അങ്ങ് ഷോക്കായി പോയി, വിവാഹം കഴിഞ്ഞല്ലോ. അപ്പോഴേക്കും ആ പോലീസുകാരൻ പറയാണ്, പിന്നെ ഒരു സാക്ഷി ഉണ്ട്, ഒരു സാക്ഷിയായിട്ട് ഒരാൾ വെച്ചിട്ടുണ്ട്, പേര് രേവതി എന്നാന്ന് പറഞ്ഞു. അപ്പൊ രേവതി നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോഴാണ് സച്ചി പറഞ്ഞത് എൻ്റെ ഭാര്യയാണ് രേവതി എന്ന്. ഏതായാലും സച്ചിക്ക് മനസ്സിലായി രേവതിയായി ഇതെല്ലാം ചെയ്തിരിക്കുന്നതെന്ന് സച്ചിക്ക് മനസ്സിലായി. രേവതി അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്തിട്ടില്ല, രേവതിനെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ്. ശാന്തിയൊക്കെ പറഞ്ഞത് കൊണ്ടാണ് രേവതി അങ്ങനെ ഒരു കാര്യത്തിൽ ഒപ്പിട്ട് കൊടുക്കുകയൊക്കെ ചെയ്തത്. പക്ഷെ ഇനിയിപ്പോ കുറച്ച് ദിവസത്തേന് നമ്മുടെ സച്ചി രേവതിയുമായിട്ട് അങ്ങ് അത്രയ്ക്ക് രസത്തിലൊന്നും അല്ല പോകുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും ആ ഒരു സീനുകളൊക്കെ കാണാൻ ഇഷ്ടമില്ലായിരിക്കും. കുറച്ച് ദിവസത്തേനേ ഉള്ളൂ കേട്ടോ. കാരണം സച്ചിക്ക് ആ ഒരു ദേഷ്യം മനസ്സിൽ കിടക്കുകയാണ്. ശ്രീകാന്തിനെ വർഷേനെ ഒരുമിപ്പിക്കാൻ തൻ്റെ അച്ഛനെയൊക്കെ ധിക്കരിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മുടെ സച്ചി സഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രേവതിനെ വീട്ടിൽ കൊണ്ടാക്കാനും രേവതിനെ ഉപേക്ഷിക്കാനും ഒക്കെ തുടങ്ങുന്ന കുറച്ച് വിഷമകരമായ നിമിഷങ്ങൾ നമ്മൾ കാണാൻ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ വരുന്ന വിശേഷം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞ് വരാനുള്ളതാണ് കേട്ടോ. ഈ കർക്കിടക മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന നമ്മുടെ ശ്രീയുടെയും വർഷയുടെയും വിവാഹമൊക്കെ കേട്ടോ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശ്രീയും വർഷയും തിരിച്ചെത്തുമ്പം സത്യമെല്ലാം മനസ്സിലാക്കും. ശ്രീയും വർഷയും എല്ലാ കാര്യവും തുറന്നു പറയും. രേവതി ഒരിക്കലും കുറ്റക്കാരിയല്ല എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ സച്ചി രേവതിക്ക് മുന്നിൽ എല്ലാത്തിനും മാപ്പപേക്ഷ. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും. വീണ്ടും നമ്മുടെ രേവതിയും സച്ചിയും സന്തോഷത്തോടു കൂടി ഒന്നുകൂടി സ്നേഹത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങും. ഒരു 1-2 ആഴ്ചയൊക്കെ അവർ തമ്മിൽ ആ ഒരു രസക്കേട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. അതൊരിക്കലും നമ്മുടെ സച്ചിനെ രേവതിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഇഷ്ടമായ കാര്യമല്ല ഇപ്പൊ നിങ്ങൾ കേട്ടതെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും വരാനിരിക്കുന്ന കാര്യമാണല്ലോ, പറയാതിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഓർത്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഇന്നലെ പറഞ്ഞതിന്റെ ബാലൻസ് ആക്കി പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെന്നറിയാം, കാരണം അറിയാമല്ലോ നമ്മുടെ രേവതിയുടെ സച്ചിയുടെ പ്രണയ വിശേഷങ്ങളൊക്കെ കേൾക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം. അപ്പൊ നമുക്ക് ഇനിയും പ്രണയവിശേഷങ്ങളും ഇഷ്ടവിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എന്നും ഉച്ചയ്ക്ക് എത്തുന്നതായിരിക്കും. എന്നും ഉച്ചയ്ക്ക് നമ്മൾ ഇടുന്നത് വരാനിരിക്കുന്ന വിശേഷമാണ്. നാളത്തെ പ്രേമവിശേഷമല്ല. നാളത്തെ പ്രേമവിശേഷം എന്നും വൈകിട്ട് 8 മണി കഴിയുമ്പോൾ 8:10 മുമ്പായിട്ട് തന്നെ ഞാൻ നാളത്തെ പ്രേമവിശേഷം പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് അറിയാം കേട്ടോ. എങ്കിലും ഞാൻ പറഞ്ഞത് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കേട്ടോട്ടെ എന്നോർത്താണ് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.